ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ഡിസംബർ മാസം 4-ാം തീയതിയാണ് ഈ വർഷത്തെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് നടക്കുന്നത്. പൂജാ ബമ്പർ ടിക്കറ്റ് ഫസ്റ്റ് പ്രൈസ് 12 കോടി രൂപയാണ്. 12 കോടി രൂപ ഒന്നാം സമ്മാനം കിട്ടുവാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങളുള്ള നക്ഷത്രങ്ങൾ ഏതാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നത്. 12 കോടി മാത്രമല്ലല്ലോ സമ്മാനം. എല്ലാവർക്കും ഈ 12 കോടി ഞാൻ ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും പെട്ട എല്ലാവർക്കും ഒട്ട് കിട്ടുകയില്ല. എന്നിരുന്നാലും അതിനകത്ത് ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് സെക്കൻഡ് പ്രൈസ് 1 കോടി രൂപയാണ്. തേർഡ് പ്രൈസാണ് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ 3 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 5000, അങ്ങനെ നിരവധി അനവധി സമ്മാനങ്ങളുണ്ട്. ഈ സമ്മാനങ്ങൾ എല്ലാവർക്കും അവരവർക്ക് കുറച്ച് രൂപ കിട്ടിയാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. ഒരു ഗൃഹം പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുന്നതിനോ, പുതിയ വാഹനം വാങ്ങിക്കുന്നതിനോ, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ വിവാഹം നടക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ കാണുകയില്ല. അല്ലെങ്കിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് പൈസ കടം മേടിച്ചു, വീട്ടാൻ നിവൃത്തിയില്ല, ജപ്തിയിലൊക്കെ ആയി നിൽക്കുന്നവർക്കായാലും ഒരു ലോട്ടറി അടിച്ച് അത് കടം വീടുവാനൊക്കെ ആഗ്രഹിച്ച് ഒരു ലോട്ടറി എടുക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത് ജാതകാൽ കൂടി കൂടുതൽ ദൈവാധീനമുള്ളവർക്കാണ് ഏറ്റവും ഭാഗ്യം കിട്ടുക. എന്നിരുന്നാലും ഈ ഗോചരഫലങ്ങൾ അനുഭവത്തിൽ വരാറുണ്ട്. ഗോചരഫലങ്ങൾ അനുഭവത്തിൽ വന്ന് ധാരാളം ആൾക്കാർ ഉന്നതിയിൽ എത്തിയിട്ടുമുണ്ട്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, വിജയങ്ങൾ. അതിൽ ഒരു ഘടകം മാത്രമാണ് ലോട്ടറി ഭാഗ്യം. പല രീതിയിലും ആകാം അപ്രതീക്ഷിതമായ ധനാഗമനയോ. അത് എല്ലാം കൂടി ഇപ്പോൾ വിചിന്തനം ചെയ്യുന്നില്ല. എങ്കിലും ഈ പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഒന്നാം സമ്മാനം കിട്ടുവാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള നക്ഷത്രങ്ങളും രാശിക്കാരുമാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ളത് മേടം രാശിയാണ്. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഉള്ള നേട്ടം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യും. രാശ്യാധിപനായിരിക്കുന്ന ശുക്രന്റെയും ഒക്കെ സ്ഥിതി നോക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. മറ്റൊരു രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ 11-ാമിടത്ത് ഭാഗ്യാധിപൻ കൂടിയാണ് ആഗ്രഹം. അപ്പോൾ ഈ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും ഈ പൂജാ ബമ്പർ ഒന്നാം സമ്മാനം അടിക്കുവാൻ യോഗമുണ്ട്. അതായത് മറ്റ് പ്രബല ഗ്രഹങ്ങളുടെ ഒക്കെ സ്ഥിതി നോക്കിയിട്ടാണ് പറയുന്നത്. ബുധനായാലും ശുക്രനായാലും ശനിയുടെ സ്ഥിതിയും ഏറ്റവും അധികാരത്തിൻ്റെയും പവറിൻ്റെയും ഒക്കെ ഗ്രഹമായ ആദിത്യൻ്റെയും ഒക്കെ സ്ഥിതി ഈ കാര്യത്തിൽ ചൊവ്വായുടേതും ഒക്കെ പരിഗണിച്ചിട്ടുണ്ട്. മറ്റൊരു രാശിക്കാർ കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ അതാണ് കന്നി രാശിപ്പെട്ട നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാർക്കും പൂജാ ബമ്പർ സമ്മാനം അടിക്കുവാൻ തക്ക രീതിയിൽ രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ചായാലും ശുക്രന്റെ സ്ഥിതി അനുസരിച്ചായാലും വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു, പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. ചൊവ്വായുടെ സ്ഥിതി 11-ാമിടത്താണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുത്ത് സമ്മാനം കരസ്ഥമാക്കുവാനായിട്ട് യോഗമുണ്ട്. മറ്റൊരു രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. അതായത് ഞാൻ ഈ പറഞ്ഞ
വൃശ്ചികം രാശിക്കാര് അത് വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ്. വിശാഖം നാലാം പാദം, അതെ, വൃശ്ചികം രാശിക്കാർ, അവർക്കും ഈ ബമ്പർ ലോട്ടറി അടിക്കുവാൻ യോഗമുണ്ട്. കണ്ടകശനിയൊക്കെ അനുഭവിച്ച് വളരെയധികം ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ തുക കൈപ്പറ്റി കടങ്ങളൊക്കെ വീടുന്നതിനോ ദുഃഖങ്ങളൊക്കെ മാറുന്നതിനും മനസ്സിന് യോജിച്ച രീതിയിലൊക്കെ ഭേദമായിട്ട് ജീവിക്കുവാനൊക്കെ യോഗവും ഭാഗ്യവുമുള്ള നക്ഷത്രക്കാരാണ്. മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാർ. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 7.5 കൊല്ലമായിട്ട് 7.5 ശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്കും ഈ ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 5-ാം ഇടത്ത് നിൽക്കും. കൂടാതെ ശുക്രന്റെയും ചൊവ്വായുടെയും അതുപോലെ തന്നെ ശനിയുടെയും ഒക്കെ അനുഗ്രഹങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത്. ഭാഗ്യഭാവത്തിൻ്റെ അധിപന്റെയും ഒക്കെ സ്ഥിതി നോക്കിയിട്ടാണ് പറയുന്നത്. അവരും ഒരുപാട് ലോട്ടറികളൊന്നും എടുക്കണമെന്നൊന്നും ഞാൻ ആരോടും പറയുകയില്ല. ഭാഗ്യത്തിനായിട്ട് ഒരു ലോട്ടറി എടുക്കുക, പൂജാബമ്പർ. നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കുക. നാളത്തെ ഭാഗ്യം അത് നിങ്ങളെ തേടി വന്നാൽ ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കാമല്ലോ. മറ്റൊരു രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരാണ് കുംഭം രാശിക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 7.5 ശനി അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്നിരുന്നാലും പല കഷ്ടകാലങ്ങളും കണ്ടകശനികളും 7.5 ശനിയും ഒക്കെ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളുടെ നടുവിലാണ് പലരുടെയും വിവാഹം നടക്കുന്നതും സ്ഥലം വാങ്ങുന്നതും വീട് വെക്കുന്നതും അതുപോലെ ജോലി കിട്ടുന്നതുമൊക്കെ. ജോലി ചിലപ്പോൾ അധ്വാന ഭാരം ഏറിയതായിരിക്കും, കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ചാൻസ് കിട്ടുക. അതൊക്കെ ഇങ്ങനെയുള്ള കണ്ടകശനി 7.5 ശനി കാലത്താണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ലോട്ടറി എടുക്കുക, പരീക്ഷിക്കുക. നാളത്തെ ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടിയാൽ സന്തോഷകരമായി ജീവിക്കാമല്ലോ. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടവും അതുപോലെ തന്നെ ചതയവും പൂരിട്ടാതിയും നക്ഷത്രവും അടങ്ങിയ നക്ഷത്രങ്ങളാണ് ഈ ഭാഗ്യം ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഗോചരഫലങ്ങളാണ്. ഇത് ദൈവാധീനമുള്ള നക്ഷത്രങ്ങൾ മാത്രം നോക്കി ആണ് പറയുന്നത്. അത് മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചാണ്. ഒരു നക്ഷത്രത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ കാര്യം പറയാൻ പറഞ്ഞ് ആരെങ്കിലും നേരിട്ട് ഫോൺ വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും നാളെ നിങ്ങൾക്കും ഇത് അടിക്കാമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം, വെറുതെ ഒരു ലോട്ടറി എടുത്താൽ ആ പൈസയും കൂടെ പോകുമല്ലോ, എന്തിനാണ് എടുക്കുന്നത് എന്ന് വിചാരിച്ച് ദുഃഖിച്ച് വിഷമിച്ച് ഇരിക്കുന്നവർ എൻ്റെ ഈ സന്ദേശം കേട്ടിട്ട് ധാരാളം ആൾക്കാർക്ക് ലോട്ടറി എടുത്തിട്ട് അടിച്ചവരുണ്ട്, കിട്ടാത്തവരുമുണ്ട്. അത് എനിക്ക് അറിയാം. കിട്ടാത്തവരും അനവധി ആൾക്കാരുണ്ട്. എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ ലോട്ടറി. അതുകൊണ്ട് അവരവരാൾ കഴിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ധ്യാനവും ക്ഷേത്ര ദർശനവും അവരവരുടെ മതവിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. പൂജകളും വഴിപാടുകളും ഒക്കെ. ഒരു ലോട്ടറി എടുക്കുക. നാളെ നിങ്ങൾക്ക് സമ്മാനം അടിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.